രാഹുലിൻ്റെ പ്രസംഗം വീണ്ടും വിവാദത്തിൽ. ബി.ജെ.പിയോടും ആർ.എസ്.എസിനോടും മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തോടും പോരാടുകയാണെന്ന് രാഹുലിൻ്റെ രാജ്യവിരുദ്ധ പരാമർശത്തിനെതിരെ ബി.ജെ.പി രംഗത്തെത്തി. കോൺഗ്രസിൻ്റെ വൃത്തികെട്ട അജണ്ട രാഹുൽ തന്നെ തുറന്നുകാട്ടിയെന്ന് ജെ.പി. നദ്ദ പ്രതികരിച്ചു. വിഘടനവാദികൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും വിമർശനം. ഉത്തരവാദിത്വമില്ലാത്ത നേതാവാണ് രാഹുലെന്ന് ബി.ജെ.പി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, രാജ്യവിരുദ്ധ പരാമർശങ്ങൾ രാഹുൽ നടത്തുന്നത് ആദ്യമായിട്ടല്ല. വീണ്ടും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് രാഹുൽ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്? അൽനബിയാർ, ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ രാഹുൽ നടത്തിയിട്ടുള്ള പ്രസംഗമാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ പോരാടണമെന്ന ആഹ്വാനമാണ് ആ പ്രസംഗത്തിൽ രാഹുൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്തെ വിഘടനവാദികൾ, മാവോയിസ്റ്റുകൾ, അത്തരത്തിൽ ഭീകരവാദികൾ എപ്പോഴും ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം ആഹ്വാനം ചെയ്യാറുണ്ട്. അതിന് സമാനമായിട്ടായിരുന്നു രാഹുലിന്റെ പ്രസംഗം ഇന്ന് ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. ന്യായമായൊരു പോരാട്ടത്തിലാണ്, ശക്തമായൊരു പോരാട്ടത്തിലാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത്. ബി.ജെ.പിയോടും ആർ.എസ്.എസിനോടും മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തോടും കോൺഗ്രസ് പോരാടുകയാണ് എന്ന പ്രസ്താവനയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഭരണ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നത് ആർ.എസ്.എസും ബി.ജെ.പിയുമാണ്. അതുകൊണ്ട് ഭരണകൂടത്തോടും പോരാടണമെന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ.പി. നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ വൃത്തികെട്ട അജണ്ട രാഹുൽ തന്നെ തുറന്നുകാട്ടി എന്ന പ്രതികരണമാണ് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ നടത്തിയിട്ടുള്ളത്. കോൺഗ്രസ് എപ്പോഴും രാജ്യത്തെ തകർക്കാനും രാജ്യത്തെ അപമാനിക്കാനും ശ്രമിക്കുന്ന വിഘടനവാദികൾക്കൊപ്പമാണ് നിൽക്കാറുള്ളത്. അത് രാഹുലിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന കാര്യമാണ് ജെ.പി. നദ്ദ എക്സിൽ കുറിച്ചിട്ടുള്ളത്. ഒപ്പം ബി.ജെ.പിയുടെ ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ. ഏത് കാര്യം സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നറിയാത്ത ഉത്തരവാദിത്വമില്ലാത്ത നേതാവാണ് രാഹുൽ എന്ന പ്രതികരണമായിരുന്നു ബി.ജെ.പിയുടെ ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാജ്യത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ, രാജ്യത്തെ തകർക്കാൻ പ്രവർത്തിക്കുന്നവരുടെ ചേരിക്കൊപ്പമാണ് രാഹുലും കോൺഗ്രസും എന്ന വിമർശനം കൂടി ഗൗരവ് ഭാട്ടിയ മുൻപോട്ട് വെച്ചു. ഒപ്പം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതികരിച്ചത് ഈ ഒരു വിഷയം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് രാഹുൽ ഒന്ന് പോയി അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കണം, ഒരു ഡോക്ടറെ കണ്ട് മനോനില പരിശോധിക്കണമെന്ന പ്രതികരണമാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്തേക്ക് ബി.ജെ.പിയും കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ രാഷ്ട്രീയപരമായ എതിർപ്പും പോരാട്ടവും നടത്തുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടമെന്ന രാഹുലിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. നേരത്തെയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും അല്ലാതെ വിദേശ വേദികളിലും ഒപ്പം രാജ്യത്തെ വിവിധ വേദികളിലും സംസാരിക്കുമ്പോൾ ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ രാഹുൽ നടത്തിയിരുന്നു. പലതിനുമെതിരെയുള്ള കേസ് രാജ്യത്തെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ്, ആ പശ്ചാത്തലത്തിലാണ് വീണ്ടും രാഹുലിന്റെ പ്രസ്താവന, പരാമർശം വിവാദമാകുന്നത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ചാണ് ബി.ജെ.പിയോടും ആർ.എസ്.എസിനോടും മാത്രമല്ല രാജ്യത്തിന്റെ ഭരണകൂടത്തോടും കോൺഗ്രസ് പോരാട്ടം നടത്തുകയാണെന്ന പ്രതികരണം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അനിൽ നമ്പ്യാർ. രാഹുലിൻ്റെ പ്രസംഗം വീണ്ടും വിവാദത്തിൽ. ബി.ജെ.പിയോടും ആർ.എസ്.എസിനോടും മാത്രമല്ല ഇന്ത്യൻ ഭരണകൂടത്തോടും പോരാടുകയാണെന്ന് രാഹുലിൻ്റെ രാജ്യവിരുദ്ധ പരാമർശത്തിനെതിരെ ബി.ജെ.പി രംഗത്ത് എത്തിയിരിക്കുന്നു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.